പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. ഇന്ന് ഓഗസ്റ്റ് 27. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി ജെഡിസ് കറണ്ട് അഫേഴ്സ്. ഇന്നത്തെ ചില ന്യൂസ് ഹെഡിങ്സ് ആണ്. ഇന്ത്യ ആദ്യമായിട്ട് ആനിമൽ ബ്ലഡ് ബാങ്കിന്റെ ഒരു ഗൈഡ് ലൈൻസ് പുറത്തിറക്കി. ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ ഒരു ഗൈഡ് ലൈൻസ് പുറത്തിറക്കിയിട്ടുള്ളത്? ഇന്ത്യ തായ്ലൻഡ് മിലിറ്ററി എക്സസൈസ് ആരംഭിക്കുകയാണ് ഈ വരുന്ന സെപ്റ്റംബർ 1 എന്താണ് ഇന്ത്യ തായ്ലൻഡ് മിലിറ്ററി എക്സസൈസിന്റെ പേര്? നാഷണൽ ഡിഫൻസ് സെക്ടറിലേക്ക് ഏറ്റവും കൂടുതൽ സ്റ്റീൽ നൽകുന്ന കമ്പനി ഏതാണ്? ഇതേപോലുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് ഇന്നത്തെ കറണ്ട് അഫേഴ്സ്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്, ഇന്ത്യ ലോഞ്ചസ് ഫസ്റ്റ് ഗൈഡ് ലൈൻസ് ഫോർ ആനിമൽ ബ്ലഡ് ബാങ്ക്സ്. മൃഗരക്ത ബാങ്കുകൾക്കുള്ള ആദ്യ മാർഗനിർദ്ദേശങ്ങൾ ഇന്ത്യ പുറത്തിറക്കി. ഇത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. വെറ്റിനറി രക്തപകർച്ച സേവനങ്ങൾക്കായുള്ള രാജ്യത്തെ ആദ്യത്തെ സമഗ്ര മാർഗനിർദ്ദേശങ്ങൾ സർക്കാർ പുറത്തിറക്കിയ തീയതി ഏത്? 2025 ഓഗസ്റ്റ് 25. അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ് വെറ്റിനറി ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ സർവീസസ്. ബ്ലഡ് ഡൊണേഷനുമായി ബന്ധപ്പെട്ടും ബ്ലഡ് എങ്ങനെ അത് സൂക്ഷിക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു പുതിയ ഗൈഡ് ലൈൻസ് ആണ് വെറ്റിനറി ഡിപ്പാർട്ട്മെന്റ് പുറത്തിറക്കിയിട്ടുള്ളത്. ഇത് ഓഗസ്റ്റ് 25 അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസ് ആണ് ഇത്തരത്തിൽ പുറത്തിറക്കിയിട്ടുള്ളത്. ഇതിനു മുമ്പ് ഇങ്ങനെയുള്ളൊരു ഗൈഡ് ലൈൻസ് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നില്ല. അതായത് ബ്ലഡ് ബാങ്കുമായി ബന്ധപ്പെട്ട ഒന്നാണ്, ആനിമൽ ബ്ലഡ് ബാങ്കുമായി ബന്ധപ്പെട്ട ഒന്നാണ് ഇപ്പോൾ പുറത്തിറക്കിയിട്ടുള്ളത്. ഇന്ത്യയിലെ മൃഗങ്ങൾക്കുള്ള രക്തപകർച്ചയും രക്തബാങ്കുകൾക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ SOP പുറത്തിറക്കിയതായി പ്രഖ്യാപിച്ച വകുപ്പ് ഏതാണ്? മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡെയറിംഗ് ആണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറക്കിയിട്ടുള്ള പുതിയ ഗൈഡ് ലൈൻസ്. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ SOP എന്നറിയപ്പെടുന്ന സ്റ്റാൻഡിംഗ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ബ്ലഡ് ബാങ്ക് ആയി ബന്ധപ്പെട്ട ഒരു ഗൈഡ് ലൈൻസ് ആണ് പുറത്തിറക്കിയിട്ടുള്ളത്. ഇത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡെയറിംഗ് ആണ്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്, ഇന്ത്യ തായ്ലൻഡ് ജോയിന്റ് മിലിറ്ററി എക്സസൈസ് ടു ബി ഹെൽഡ് ഫ്രം സെപ്റ്റംബർ 1 to 14. സെപ്റ്റംബർ 1 മുതൽ 14 വരെ ഇന്ത്യ തായ്ലൻഡ് സംയുക്ത സൈനികാഭ്യാസം. ഇത് സെപ്റ്റംബർ 1 ആരംഭിക്കാൻ പോകുന്ന ഒരു മിലിറ്ററി എക്സസൈസ് ആണ് ഇന്ത്യ തായ്ലൻഡ് ജോയിന്റ് മിലിറ്ററി എക്സസൈസ്. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 സെപ്റ്റംബർ 1 മുതൽ സെപ്റ്റംബർ 14 വരെ നടക്കാനിരിക്കുന്ന ഇന്ത്യയുടെയും തായ്ലൻഡിന്റെയും സൈനികർ തമ്മിലുള്ള സംയുക്ത അഭ്യാസത്തിന്റെ പേരെന്താണ്? വ്യായാമം മൈത്രി. എക്സസൈസ് മൈത്രി എന്നറിയപ്പെടുന്ന ഒരു എക്സസൈസ് ആണ് ഇന്ത്യ തായ്ലൻഡിന്റെ ജോയിന്റ് മിലിറ്ററി എക്സസൈസ്. ഓരോ രാജ്യങ്ങൾ തമ്മിലുള്ള ആ ഒരു മിലിറ്ററി എക്സസൈസിന്റെ പേരുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യ തായ്ലൻഡ് ജോയിന്റ് മിലിറ്ററി എക്സസൈസിന്റെ പേരാണ് എക്സസൈസ് മൈത്രി. ഇത് സെപ്റ്റംബർ 1 മുതൽ സെപ്റ്റംബർ 14 വരെയാണ് നടക്കാൻ പോകുന്നത്. ഇന്ത്യയും തായ്ലൻഡും തമ്മിലുള്ള സംയുക്ത അഭ്യാസമായ എക്സസൈസ് മൈത്രിയുടെ 14ാം പതിപ്പ് എവിടെ നടക്കും? മേഘാലയയിലെ ഉംറോയ്. ഇന്ത്യൻ ആർമിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു യൂണിറ്റ് ആണ് മേഘാലയയിലെ ഉംറോയിലുള്ളത്. മേഘാലയയിലെ ഉംറോയിലാണ് 14ാമത്തെ എക്സസൈസ് ആയിട്ടുള്ള മൈത്രി എന്ന ജോയിന്റ് മിലിറ്ററി എക്സസൈസ് നടക്കാൻ പോകുന്നത്. ഇത് ഇന്ത്യൻ ആർമിയും തായ്ലൻഡ് ആർമിയും തമ്മിലുള്ള 14ാമത്തെ മൈത്രി എക്സസൈസ് ആണ് മേഘാലയയിലെ ഉംറോയിൽ. ഇന്ത്യയും തായ്ലൻഡും തമ്മിലുള്ള സംയുക്ത അഭ്യാസമായ എക്സസൈസ് മൈത്രിയുടെ ആദ്യ പതിപ്പ് ഏത് വർഷമാണ് നടന്നത്? 2006. 2006 ഇന്ത്യൻ ആർമിയും തായ്ലൻഡ് ആർമിയും തമ്മിലുള്ള ആദ്യത്തെ എക്സസൈസ് ആയിരുന്നു എക്സസൈസ് മൈത്രി എന്ന് പറയുന്ന എക്സസൈസ്. ഈ വർഷം ഇത് 14ാമത്തെ എക്സസൈസ് ആണ്. എല്ലാ വർഷവും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു എക്സസൈസ് ആണ് എക്സസൈസ് മൈത്രി എന്ന് പറയുന്ന ഈ എക്സസൈസ്. ഇത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു എക്സസൈസ് ആണ്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്, സെയിൽ കണ്ടിന്യൂസ് പാർട്ട്ണറിംഗ് വിത്ത് നേഷൻസ് ഡിഫൻസ് സെക്ടർ. രാജ്യത്തിന്റെ പ്രതിരോധ മേഖലയുമായി സെയിൽ പങ്കാളിത്തം തുടരുന്നു. സെയിൽ എന്നാൽ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. തുടർച്ചയായിട്ട് ഇപ്പോൾ രാജ്യത്തിന്റെ ഡിഫൻസ് മേഖലയിലേക്ക് വളരെയധികം സംഭാവന നൽകുന്ന ഒരു സ്റ്റീൽ കമ്പനിയാണ്. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇന്ത്യയുടെ ഏത് സ്റ്റീൽ കമ്പനിയാണ് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയ്ക്ക് സ്റ്റീൽ വിതരണം ചെയ്യുന്നത്? സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, സെയിൽ. ഇന്നിപ്പോൾ ഡിഫൻസ് മേഖലയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കമ്പനിയാണ് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആണ് ന്യൂഡൽഹി. 1973 ജനുവരി 24 സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ സ്ഥാപിതമായിട്ടുള്ളത്. ഇന്ന് ഡിഫൻസ് മേഖലയിലും അതുപോലെ തന്നെ കപ്പൽ നിർമ്മാണശാലകളിലും ഏറ്റവും കൂടുതലായിട്ട് ആ പ്രത്യേക തരത്തിലുള്ള സ്റ്റീൽസ് എല്ലാം നൽകുന്ന സ്റ്റീൽ കമ്പനിയാണ് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്.
2025 ഓഗസ്റ്റ് 26 സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡിന്റെ പിന്തുണയോടെ ഇന്ത്യൻ നാവികസേനയിൽ കമ്മീഷൻ ചെയ്ത 2 കപ്പലുകളുടെ പേരുകൾ എന്തൊക്കെയാണ്? INS ഉദയഗിരിയും INS ഹിമഗിരിയും. ഇതിനു മുമ്പും കറണ്ട് അഫയേഴ്സിൽ വന്നിട്ടുള്ള ഒന്നായിരുന്നു. അതായത് INS ഉദയഗിരി, INS ഹിമഗിരി എന്ന് പറയുന്ന 2 കപ്പലുകൾ ഇന്ത്യൻ നേവിയിൽ കമ്മീഷൻ ചെയ്യാൻ പോകുന്ന കാര്യം ഇന്നലെയായിരുന്നു ഇന്ത്യൻ നേവിക്ക് ആ കപ്പൽ കൈമാറിയിട്ടുള്ളത്. സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ വളരെ പ്രധാനപ്പെട്ട ഒരു റോൾ വഹിച്ചിട്ടുള്ള ഒന്നായിരുന്നു INS ഉദയഗിരിയുടെയും INS ഹിമഗിരി എന്ന 2 കപ്പലുകളുടെ നിർമ്മാണത്തിൽ. ഓഗസ്റ്റ് 26 INS ഉദയഗിരി, INS ഹിമഗിരി എന്ന കപ്പലുകളുടെ ഉദ്ഘാടനം, ആ ലോഞ്ചിങ് സെറമണി നടത്തിയിട്ടുള്ളത് ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് ആണ്. ഇന്ത്യൻ നാവികസേനയ്ക്ക് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ എത്ര ടൺ സ്റ്റീൽ നൽകുന്നു? ഏകദേശം 8,000 ടൺസ്. സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ഇന്ത്യൻ നേവിയും തമ്മിലുള്ള സംയുക്ത കരാർ പ്രകാരം ഇന്നിപ്പോൾ ഇന്ത്യൻ നേവിക്ക് ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഷെയർ എന്ന് പറയുമ്പോൾ ഏകദേശം 8,000 ടൺ സ്റ്റീൽ ആണ് ലഭിച്ചിട്ടുള്ളത്. INS ഉദയഗിരിയും INS ഹിമഗിരിയും ഏത് ഷിപ്പിംഗ് കമ്പനിയാണ് നിർമ്മിച്ചത്? മെസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ വരുന്ന ഒരു കപ്പൽശാലയാണ് മെസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ്. ഈ കപ്പൽശാലയാണ് INS ഉദയഗിരിയും INS ഹിമഗിരിയും എന്ന് പറയുന്ന 2 കപ്പലുകൾ പുറത്തിറക്കിയിട്ടുള്ളത്. ഇതിനു മുമ്പ് പുറത്തിറക്കിയിട്ടുള്ള ഇതേ സീരീസിലെ കപ്പലാണ് INS നീലഗിരി. അടുത്തൊരു കറണ്ട് അഫയേഴ്സ് ആണ്. അജയ് കുമാർ ഭല്ല സ്വോൺ ഇൻ ആസ് 22nd ഗവർണർ ഓഫ് നാഗാലാൻഡ്. നാഗാലാൻഡിന്റെ 22ാമത്തെ ഗവർണറായി അജയ് കുമാർ ഭല്ല സത്യപ്രതിജ്ഞ ചെയ്തു. പഞ്ചാബ് സ്വദേശിയായിട്ടുള്ള അജയ് കുമാർ ഭല്ല നാഗാലാൻഡിന്റെ 22ാമത്തെ ഗവർണർ ആണ്. നാഗാലാൻഡിന്റെ ഗവർണർ ആയിരുന്ന ലാ ഗണേശൻ ഈ കഴിഞ്ഞ ആഴ്ചയായിരുന്നു അന്തരിച്ചത്. അതിനുശേഷം വന്നിട്ടുള്ള മാറ്റമാണ് അജയ് കുമാർ ഭല്ല 22ാമത്തെ ഗവർണർ ഓഫ് നാഗാലാൻഡ് ആയിട്ട് ചുമതലയേറ്റെടുത്തിട്ടുള്ളത്. ലാ ഗണേശൻ തമിഴ്നാട് സ്വദേശിയായിരുന്നു. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അദ്ദേഹം രോഗബാധിതനായിരുന്നു. ഈ കഴിഞ്ഞ ആഴ്ച അദ്ദേഹം അന്തരിച്ചു. ലാ ഗണേശൻ നാഗാലാൻഡിന്റെ 21ാമത്തെ ഗവർണർ ആയിരുന്നു. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ഓഗസ്റ്റ് 25 നാഗാലാൻഡിന്റെ 22ാമത് ഗവർണറായി ആരാണ് സത്യപ്രതിജ്ഞ ചെയ്തത്? അജയ് കുമാർ ഭല്ല. അജയ് കുമാർ ഭല്ല പഞ്ചാബ് സ്വദേശി. അദ്ദേഹമാണ് നാഗാലാൻഡിന്റെ 22ാമത്തെ ഗവർണർ ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ളത്. അജയ് കുമാർ ഭല്ല ഏതൊക്കെ 2 സംസ്ഥാനങ്ങളുടെ ഗവർണറാണ്? മണിപ്പൂരും നാഗാലാൻഡും. 2 സ്റ്റേറ്റ്സ്. മണിപ്പൂരിന്റെ ഗവർണർ ആണ് അജയ് കുമാർ ഭല്ല. എന്നാൽ ലാ ഗണേശൻ അദ്ദേഹം അന്തരിച്ചു കഴിഞ്ഞപ്പോൾ ആ ഒരു സ്ഥാനത്തേക്ക് വന്നിട്ടുള്ള വ്യക്തിയാണ് അജയ് കുമാർ ഭല്ല 22ാമത്തെ നാഗാലാൻഡിന്റെ ഗവർണർ ആയിട്ട്. ഏത് ദിവസമാണ് അജയ് കുമാർ ഭല്ലയെ മണിപ്പൂർ ഗവർണറായി നിയമിച്ചത്? 2024 ഡിസംബർ 24. കഴിഞ്ഞ വർഷമായിരുന്നു അജയ് കുമാർ ഭല്ല മണിപ്പൂരിന്റെ ഗവർണർ ആയിട്ട് ചുമതലയേറ്റെടുത്തിട്ടുള്ളത്. ഇന്ന് മണിപ്പൂർ രാഷ്ട്രപതി ഭരണമാണ്. നാഗാലാൻഡിന്റെ മുഖ്യമന്ത്രി ആരാണ്? നെയ്ഫ്യൂ റിയോ. ദ ചീഫ് മിനിസ്റ്റർ ഓഫ് നാഗാലാൻഡ് ഈസ് നെയ്ഫ്യൂ റിയോ. അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ ഗവർണർ ആണ് അജയ് കുമാർ ഭല്ല. അടുത്തൊരു ന്യൂസ് റീഡിംഗ് ആണ്. ഇന്ത്യ സ്വിഫ്റ്റ് കോർ സംറ ക്ലിഞ്ചസ് ഗോൾഡ് അറ്റ് ഏഷ്യൻ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പ്. ഏഷ്യൻ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ സ്വിഫ്റ്റ് കോർ സംറ സ്വർണം നേടി. ഇപ്പോൾ ഏഷ്യൻ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യയുടെ സ്വിഫ്റ്റ് കോർ സംറ സ്വർണം കരസ്ഥമാക്കിയിട്ടുള്ളത്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ഓഗസ്റ്റ് 26 നടന്ന 16ാമത്തെ ഏഷ്യൻ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വിഫ്റ്റ് കോർ സാമ്ര ഏത് വിഭാഗത്തിലാണ് വ്യക്തിഗത സ്വർണ്ണ മെഡൽ നേടിയത്? 459.2 പോയിന്റുമായി വനിതകളുടെ 50 മീറ്റർ റൈഫിൾ 3 പൊസിഷൻ, 50 മീറ്റർ റൈഫിൾ 3 പൊസിഷനിലെ 459.2 പോയിന്റ് നേടിക്കൊണ്ടാണ് സ്വർണം കരസ്ഥമാക്കിയിട്ടുള്ളത്. 16ാമത്തെ ഏഷ്യൻ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ 50 മീറ്റർ റൈഫിൾ 3 പൊസിഷൻ പങ്കിട്ടത് ആരാണ്? ചൈനയുടെ യുജി യാങ്, ജപ്പാന്റെ മിസാക്കി നൊബാറ്റ. വനിതകളുടെ 50 മീറ്റർ റൈഫിൾ 3 പൊസിഷനിലെ സ്വർണം കരസ്ഥമാക്കിയിട്ടുള്ള വ്യക്തിയാണ് ഇന്ത്യയുടെ സ്വിഫ്റ്റ് കോർ സാമ്ര. 2ാം സ്ഥാനത്ത് ചൈനയുടെ യുജി യാങ്, 3ാം സ്ഥാനത്ത് ജപ്പാന്റെ മിസാക്കി നൊബാറ്റ. 16ാമത് ഏഷ്യൻ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പ് എവിടെയാണ് നടക്കുന്നത്? ഷിംകെന്റ്, കസഖ്സ്ഥാൻ. കസഖ്സ്ഥാനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സിറ്റിയാണ് ഷിംകെന്റ്. ഇവിടെയാണ് ഇപ്പോൾ 16ാമത്തെ ഏഷ്യൻ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്.
കസഖ്സ്ഥാൻ എന്ന രാജ്യം സെൻട്രൽ ഏഷ്യയിലെ ഒരു രാജ്യമാണ്. ഇത് മുൻ സോവിയറ്റ് റിപ്പബ്ലിക് യൂണിയന്റെ ഭാഗമായിരുന്ന ഒരു രാജ്യമാണ് കസഖ്സ്ഥാൻ. ഈ രാജ്യത്തിന്റെ ക്യാപിറ്റൽ ആണ് ആസ്ഥാന. കറൻസി കസഖ്സ്ഥാനി ടെങ്കെ. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് ലിത്വാനിയൻ പാർലമെന്റ് അപ്രൂവ്സ് ന്യൂ പ്രൈം മിനിസ്റ്റർ. പുതിയ പ്രധാനമന്ത്രിയായി ലിത്വാനിയൻ പാർലമെന്റ് അംഗീകരിച്ചു. ആരാണ് ലിത്വാനിയൻ രാജ്യത്തിന്റെ പുതിയ പ്രൈം മിനിസ്റ്റർ? നമുക്ക് കറണ്ട് അഫയേഴ്സിലേക്ക് പോകാം. 2025 ഓഗസ്റ്റ് 26 ലിത്വാനിയൻ പാർലമെന്റ് ലിത്വാനിയയുടെ പുതിയ പ്രധാനമന്ത്രിയായി ആരെയാണ് നിയമിച്ചത്? ഇംഗ റുഗിനീൻ. ലിത്വാനിയ എന്ന രാജ്യം, ഇത് റിപ്പബ്ലിക് ഓഫ് ലിത്വാനിയ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ രാജ്യം, ഇതൊരു യൂറോപ്യൻ രാജ്യമാണ്. ഇവിടുത്തെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ് ലിത്വാനിയൻ. ക്യാപിറ്റൽ ആണ് വിൽനിയസ്. ബാൾട്ടിക് സമുദ്രത്തിന്റെ തെക്കിഴക്കൻ തീരത്താണ് ലിത്വാനിയ എന്ന രാജ്യം. ഇതിന്റെ നെയ്ബറിംഗ് കൺട്രീസ് ആണ് പോളണ്ട്, ബെലാറസ് എന്നിവയെല്ലാം. ലിത്വാനിയയുടെ പുതിയ പ്രധാനമന്ത്രി ഏത് പാർട്ടിയിൽ നിന്നാണ്? സോഷ്യൽ ഡെമോക്രാറ്റ്. സോഷ്യൽ ഡെമോക്രാറ്റ് എന്ന പാർട്ടിയുടെ അംഗമാണ് ലിത്വാനിയയിലെ ഇപ്പോഴത്തെ പുതിയ പ്രൈം മിനിസ്റ്റർ ഇംഗ റുഗിനിൻ. ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 26 അതായത് ഇന്നലെയാണ് ലിത്വാനിയൻ പാർലമെന്റ് ഇംഗ റുഗിനിനെ ഈ ഒരു സ്ഥാനത്തേക്ക് അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ലാസ്റ്റ് ഹെഡിംഗ് നേപ്പാൾ ഒഫീഷ്യലി ബിക്കംസ് എ മെമ്പർ ഓഫ് IBCA. നേപ്പാൾ ഔദ്യോഗികമായി IBCA അംഗമായി. എന്താണ് IBCA? നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ഓഗസ്റ്റിൽ ഏത് രാജ്യമാണ് ഔദ്യോഗികമായി ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസിൽ ചേർന്നത്? നേപ്പാൾ. അപ്പോൾ IBCA എന്നാൽ ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ്. ഇത് ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ നേപ്പാൾ എന്ന രാജ്യം IBCAയുടെ ഭാഗമായിട്ടിരിക്കുകയാണ്. 2023 ഏപ്രിൽ 9 ഏത് രാജ്യമാണ് ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ് സ്ഥാപിച്ചത്? ഇന്ത്യ. ഇന്ത്യയാണ് 2023 ഏപ്രിൽ 9, അതായത് 2 വർഷം മുമ്പ് ഇത്തരത്തിലുള്ള ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആരംഭിച്ചിട്ടുള്ളത്. ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ്. അന്നത്തെ പ്രൈം മിനിസ്റ്റർ, അതായത് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ് 2023 ഏപ്രിൽ 9 ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ് എന്ന പേരിൽ ഈ ഒരു ഓർഗനൈസേഷൻ ആരംഭിച്ചിട്ടുള്ളത്. എത്ര വലിയ പൂച്ചകളുടെ സംരക്ഷണത്തിനായി 2023 ഏപ്രിൽ 9 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ് ആരംഭിച്ചു? 7. ടൈഗർ, ലയൺ, ലെപ്പേർഡ്, സ്നോ ലെപ്പേർഡ്, ചീത്ത, ജാഗ്വാർ, പ്യൂമ എന്നറിയപ്പെടുന്ന 7 ബിഗ് കാറ്റിനെയാണ് ഇതിന്റെ ഭാഗമായിട്ടുള്ളത്. ഇന്ത്യയുടെ പ്രൊജക്ട് ടൈഗറിന്റെ 50ാമത്തെ വാർഷികമായി ബന്ധപ്പെട്ടാണ് ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ് ഇന്ത്യ 2023 ഏപ്രിൽ ആരംഭിച്ചിട്ടുള്ളത്. നമ്മളിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഇന്നിവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.